ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2250. ഇന്ന് ഫെബ്രുവരി മാസം 27-ാം തീയതി, 58-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 12-ാം ദിവസം. അതെ, ദൈവം ഇങ്ങനെ കൂട്ടുപോരുന്നുണ്ട് എൻ്റെ യാത്രയുടെ ഒപ്പം, ജീവിതത്തിൻ്റെ ഒപ്പം. പകൽ മേഘമായും രാത്രി അഗ്നിയായും. ആ ഒരു തിരിച്ചറിവിലേക്ക് എന്തുകൊണ്ടോ ഞാൻ എത്താൻ വളരെ വൈകുന്നു. അതോടുകൂടി ആ തിരിച്ചറിവിൻ്റെ അനുഭവത്തിലേക്ക് എത്തുന്നതോടുകൂടി എൻ്റെ ജീവിതവും എൻ്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ജീവിതവും മാറിമറിയുന്നുണ്ട്. ദൈവം വിശുദ്ധന് മാത്രമല്ലെന്ന് അഭയമാവുന്നത് പാപിക്കുമാണ്. അറിഞ്ഞും അറിയാതെയും ഇടറിപ്പോകുന്ന മനുഷ്യർ പിന്നെന്താ ചെയ്യണ്ടേ? അവർക്കും ദൈവം അഭയമാവുന്നു. സഹോദരന്റെ ജീവനെടുത്ത കാര്യം ദൈവം നെറ്റിയിലൊരു മുദ്ര ചാർത്തി സംരക്ഷണം ഉറപ്പുവരുത്തുന്നില്ലേ? നമ്മുടെ കണ്ണ് നനയിക്കുന്ന വിധത്തിലുള്ള ദൈവത്തിൻ്റെ കരുതലിന് വേറൊരു ഉദാഹരണം കൂടെ നോക്കാം. ഇസ്രായേൽ ജനം കാനാൻ ദേശം അവകാശപ്പെടുത്തുമ്പോൾ അവർ നിർമ്മിക്കുന്ന പട്ടണങ്ങളിൽ 6 സങ്കേത നഗരങ്ങളായിരിക്കണമെന്ന് ദൈവം നിർദ്ദേശിക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 35-ാം അധ്യായത്തിൽ നിന്ന് ഒന്ന് കണ്ടെത്തി വായിക്കേണ്ടതാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇസ്രായേൽ ജനത്തിലോ അവരുടെ ഇടയിലുള്ള വിദേശികളിലോ തൽക്കാല താമസക്കാരിൽ പെട്ട ആരെങ്കിലും മനഃപൂർവ്വമല്ലാതെ ആരെങ്കിലും വധിച്ചാൽ അവന് ഓടിയൊളിക്കാനുള്ള സങ്കേതമായിരിക്കും ഈ 6 പട്ടണങ്ങൾ. സങ്കേത നഗരങ്ങളായി 3 പട്ടണങ്ങൾ യോർദാന് ഇക്കരെയും 3 പട്ടണങ്ങൾ കാനാൻ ദേശത്തിനും കൊടുക്കണം. വല്ലാത്തൊരു അതിശയം തോന്നുന്നുണ്ട്, ഭയവും കുറച്ചൊക്കെ ലജ്ജയും. ഇസ്രായേൽക്കാർക്ക് അവരുടെ നാട്ടിൽ തന്നെയും അല്ലാത്തവർക്ക് യോർദാന് ഇക്കരെയും കടന്ന് അഭയം തേടാം. ദൈവം എല്ലാവർക്കും അഭയമാവുന്നു. നമുക്കിണങ്ങിയ മട്ടിൽ ജീവിക്കാത്തവരെ എന്നേക്കുമായി ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയുന്ന നമ്മുടെ നിലപാടുകളെ സത്യത്തിൽ ഈ ദൈവം എങ്ങനെയായിരിക്കും നേരിടാൻ പോകുന്നത്? മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ദൈവത്തിന്റെ യാത്രയിൽ ചില പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവാം, അവരെ കടത്തിവിടുന്നുണ്ടാവാം. എന്നാൽ ദൈവത്തിന്റെ സ്നേഹവും കരുതലും അടുത്തറിഞ്ഞിട്ടുള്ള ജനത്തിനത് ശിക്ഷയായിട്ടല്ല തോന്നുന്നത്, ശിക്ഷണമായിട്ടാണ്. അതുകൊണ്ട് തങ്ങളുടെ അകൃത്യങ്ങൾക്ക് അപ്പോഴപ്പോൾ ശിക്ഷ കിട്ടുന്നത് വലിയ കരുണയായി അവർ കരുതുന്നുമുണ്ട്. മക്കാബിയരുടെ പുസ്തകമൊക്കെ നോക്കിയാൽ പിടുത്തം കിട്ടും. തങ്ങൾ എപ്പോഴെങ്കിലും പാപം ചെയ്താൽ ക്ഷമാപൂർവം ശിക്ഷണം നൽകി രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതെ, പ്രാർത്ഥനയോടുകൂടി. ആമേൻ.